ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയെ കൊലപ്പെടുത്തിയതിൽ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം ഇന്ത്യ അറിയിച്ചിട്ടില്ല. ഗൾഫ് രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമെന്നാണ് സൂചന. ഇന്ത്യയുടെ നിലപാട് ഗൾഫ് രാഷ്ട്രങ്ങളെ അറിയിക്കും. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഔദ്യോഗിക പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. അയത്തുള്ള അലി ഖമൈനി കൊല ചെയ്യപ്പെട്ട വിവരം ഇപ്പോൾ ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിച്ച മണിക്കൂറുകളാവുന്നു. ഇപ്പോഴും ഔദ്യോഗിക പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നമ്മൾ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായിട്ട് മോദി സംസാരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതിനിടെ ഇറാനിലും ഇസ്രായേലിലും ഒക്കെ കുടുങ്ങിപ്പോയ ചില ഇന്ത്യക്കാരുണ്ട്. അവരെ തിരികെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചൊരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പി ആർ സുനിൽ, ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങൾ എന്താണ്? അരുൺ, ഇറാനിലെ സാഹചര്യങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കരുതലോടെയുള്ള ഒരു പ്രതികരണത്തിനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. നമുക്കറിയാം, അയത്തുള്ള ഖമേനിയുമായി വളരെ അടുത്ത സൗഹൃദമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. നമുക്കറിയാലോ, നേരത്തെ പലസ്തീനിലെ യാസർ അറാഫത്തുമായി ഇന്ത്യക്കുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് ആ ഒരു നിലപാട് ഇന്ത്യക്ക് മാറ്റേണ്ടി വന്നു. ഇന്ത്യ മാറിയിട്ടുണ്ട്. 2017 ശേഷം ആ പലസ്തീനോടുള്ള ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. അതേസമയം ഇറാനുമായുള്ള നിലപാടിൽ ഇതുവരെ ഇന്ത്യ മാറ്റം വരുത്തിയിട്ടില്ല. ഇറാനുമായി വലിയ സൗഹൃദത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ തലവന്മാരുമായും ഇന്ത്യ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ശക്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഏതായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഗുണകരമല്ല. ഇന്ത്യക്കത് സാമ്പത്തിക മേഖലയിലടക്കം വലിയ ആഘാതമായിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെയൊരു സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്ന സൂചനകളും അതുപോലെ തന്നെയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇതോടൊപ്പം ഈ ഒരു സംഘർഷ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാനായുള്ള ഇടപെടൽ ഇന്ത്യ നടത്തിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇറാനായാലും ഇസ്രയേൽ ആയാലും ഇന്ത്യക്ക് ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രമാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം മുൻപ് ഇസ്രയേലിലുണ്ടായിരുന്നു. അവിടെ 2 ദിവസത്തെ സന്ദർശനത്തിൽ നരേന്ദ്രമോദി തൻ്റെ സഹോദരനാണ് എന്നൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇസ്രയേലുമായി അടുത്ത ബന്ധമുണ്ട്. ഇസ്രയേലുമായി സംസാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടൽ നടത്തി ഇന്ത്യ ഒരു മധ്യസ്ഥം വഹിക്കുന്ന തരത്തിലേക്ക് ഒരു ചർച്ച നടത്തുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഇതുവരെ ഖമേനിയുടെ ഈ ഒരു വധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം ഇന്ത്യ നടത്തിയിട്ടില്ല. പക്ഷേ അടുത്ത നിമിഷങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു ന്യൂട്രലായിട്ടുള്ള പ്രതികരണമായിരിക്കും ഇന്ത്യ നടത്തുക. ഇന്നലെ നടത്തിയതുപോലെ രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം, സംഘർഷം അവസാനിക്കണം, ചർച്ചകൾ ഉണ്ടാകണം, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന നിലയിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം വരിക. അപ്പോഴും ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ചർച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതോടൊപ്പമാണ് ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ എന്നത്. അപ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് നീങ്ങുന്ന കാര്യവും ആലോചിക്കുന്നു.